നമസ്കാരം. ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം പിടികൂടി നിലമ്പൂർ പോലീസ്. നിലമ്പൂർ മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമ്മൽ സൈനുൽ ആബിദിനെയാണ് നിലമ്പൂർ എസ്.ഐ അജിത് അറസ്റ്റ് ചെയ്തത്. നിലമ്പൂർ മുമ്മുള്ളി കുട്ടിച്ചാത്തൻകാവിൽ ക്ഷേത്രഭണ്ഡാരം പൊളിച്ച് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. വഴിക്കടവ് കമ്പളക്കല്ല് സ്വദേശി കുന്നുമ്മൽ സൈനുൽ ആബിദിനെയാണ് നിലമ്പൂർ എസ്.ഐ അജിത് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 28-ന് രാത്രിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ട്രെയിൻ മാർഗം നിലമ്പൂരിലെത്തിയ പ്രതി രാത്രിയോടെ ക്ഷേത്രത്തിലെത്തി ക്ഷേത്രഭണ്ഡാരങ്ങളും ഓഫീസ് റൂമും സ്റ്റോർ റൂമും കുത്തിപ്പൊളിച്ച് മോഷണം നടത്തുകയായിരുന്നു. രാവിലെ വിളക്കുവയ്ക്കാനെത്തിയ മുമ്മുള്ളി സ്വദേശി സുരേഷ് കുമാറാണ് മോഷണം നടന്ന വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കേശവദാസിന്റെ പരാതി പ്രകാരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തിൽ ഇതേ ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ പ്രതിയെ പിടികൂടി ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. ഷൊർണൂർ പോലീസിന്റെ സഹായത്തോടെയാണ് പ്രതിയെ പിടികൂടിയത്. മുമ്പ് മോഷണ ശ്രമത്തിനിടയിൽ മദ്യലഹരിയിൽ കിടന്നുറങ്ങിയ പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നു. 25ഓളം മോഷണ കേസുകളിൽ പ്രതിയായ സൈനുൽ ആബിദ് എടക്കര ക്ഷേത്രത്തിൽ മോഷണം നടത്തിയ സംഭവത്തിൽ 2 മാസം മുമ്പ് ജാമ്യത്തിലിറങ്ങിയാണ് കുറ്റകൃത്യം നടത്തിയത്. ലഹരി വസ്തുക്കൾ വാങ്ങുന്നതിനാണ് മോഷണം നടത്തുന്നതെന്ന് പ്രതി പോലീസിനോട് പറഞ്ഞു. പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. നിലമ്പൂർ സ്റ്റേഷൻ എസ്.ഐ വിഷ്ണു, ജിതിൻ മനു, അജയൻ എന്നിവരും സ്ക്വാഡംഗങ്ങളായ അബ്ദുൽ സലീം, NP സുനിൽ, ആഷിഫ് അലി എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. ചാനൽ 10 നിലമ്പൂർ. ജാം ജൂമിൽ നിന്ന് 999 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യൂ. മെഗാ സമ്മാനമായി സ്വിഫ്റ്റ് കാർ നേടൂ. കൂടാതെ 5 ഹോണ്ട ആക്ടിവ, 10 TV, 5 വാഷിംഗ് മെഷീൻ, ഗ്യാസ് സ്റ്റൗ, മിക്സി, കുക്കർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങൾ. ഇനി ഷോപ്പിംഗിനൊപ്പം സമ്മാന വർഷം. മലബാറിന്റെ തലപ്പത്ത്. ജാം ജൂം ബിസിനസ് ഗ്രൂപ്പ് സെലിബ്രേറ്റിംഗ് 10 years of success. ജാം ജൂം ഹൈപ്പർ മാർക്കറ്റ്, കാലിക്കറ്റ്, മലപ്പുറം, പെരിന്തൽമണ്ണ, കൽപ്പറ്റ, നിലമ്പൂർ.